നമസ്കാരം, എല്ലാവർക്കും ഐറസ് പാരഡൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചവനപ്രാശത്തിന്റെ ഗുണങ്ങളും അതുപോലെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നതും ഇത് ആർക്കൊക്കെ കഴിക്കാം, കുട്ടികൾക്ക് ഇത് കഴിക്കാമോ, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയ വളരെ പ്രശസ്തമായിട്ടുള്ള രസായനം തന്നെയാണ് ചവനപ്രാശം. ഇതിന്റെ ഗുണങ്ങൾ ഒരുപാടാണ്. വാർദ്ധക്യം ബാധിച്ച ചവന മഹർഷി തന്റെ യൗവനം വീണ്ടെടുക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ഔഷധക്കൂട്ടായോണ്ടാണ് ഇതിനെ ചവനപ്രാശം എന്ന് വിളിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹെൽത്തിനും ബെനിഫിഷ്യൽ ആണ്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുഞ്ഞ, കീഴാർ നെല്ലി, കടുക്ക, ശതാവരി, നെല്ലിക്ക, കൂവളം, മുത്തങ്ങ, ശതാവരി, തഴുതാമ എന്നീ ഔഷധങ്ങളുടെ കഷായവും അതിന്റെ കൂടെ തന്നെ നല്ലെണ്ണ, ചന്ദനം, അതുപോലെ തന്നെ തേനൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏകദേശം 80 അടുത്ത് ഔഷധ കൂട്ടുകൾ കൂട്ടിയാണ് ഈ ചവനപ്രാശം എന്ന് പറഞ്ഞ രസായനം ഉണ്ടാക്കിയിട്ട് തന്നെ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അത് എന്തോരം ഹെൽത്ത് ബെനിഫിഷ്യൽ ഒക്കെ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ്. എന്തെല്ലാം അസുഖങ്ങൾക്കൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെസ്പിറേറ്ററി ഇഷ്യൂസോ, തുമ്മല്, ചുമ, പനി, അത്തരത്തിലുള്ള എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചവനപ്രാശം ദിവസവും സേവിക്കുന്നത് വളരെ ഉത്തമമാണ്, വളരെ ഗുണപ്രദവുമാണ്. അതുപോലെ ഇത് നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതിന് ഓൾറെഡി സ്റ്റൊമക്കിൽ നമ്മുടെ അടങ്ങിയിരിക്കുന്ന ആസിഡ്സിനെ ഒക്കെ ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്കിനെ അഫക്ട് ചെയ്യുന്ന അൾസേഴ്സ്, അതുപോലെ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ, സ്റ്റൊമക്കിനെ അഫക്ട് ചെയ്യുന്ന എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ഒരു ബെറ്റർ സൊല്യൂഷൻ ആയിട്ട് ഈ ചവനപ്രാശം മാറുന്നതാണ്. അതുപോലെ ഇത് കഴിക്കുന്ന നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഒരു മുടിക്ക് നല്ല പ്രത്യേക തിളക്കവും അതുപോലെ ആരോഗ്യമുള്ള ഒരു മുടിയൊക്കെ ഉണ്ടാവാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നെല്ലിക്ക അത്രമേൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുടിക്കൊക്കെ നല്ലതാണ്. മുടി, നഖം, അതുപോലെ തന്നെ ദഹനശക്തിക്കും കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ല ഒരു രസായനം തന്നെയാണ് ഈ ചവനപ്രാശം. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഈ ചവനപ്രാശം ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഓർമ്മശക്തി കൂടാനും നമ്മുടെ കാഴ്ചശക്തി കൂടാനും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനും ബുദ്ധിശക്തി കൂട്ടാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ശരീരകാന്തി നിലനിർത്താനും അതുപോലെ അകാല നര, നമുക്ക് അമിത വണ്ണം ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇത്തരത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അപൂർവം ചില കേസസിലൊക്കെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ അവർക്ക് അമിതമായിട്ട് മുഖക്കുരു ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരം ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. ഡീടോക്സിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ലേഹ്യങ്ങൾ കഴിക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗുണം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. പ്രമേഹമുള്ളവരോട് ഞാൻ ഒരിക്കലും ഈ ചവനപ്രാശം കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അതിൽ ഓൾറെഡി തേനൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഡയബറ്റിക് ലെവൽ കൂട്ടാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള രസായനം കഴിക്കണമെന്നില്ല. പകരം നിങ്ങൾക്ക് ചവനപ്രാശത്തിന് ഗ്രാനുവൽസും അതുപോലെ ഷുഗർ ഫ്രീ ചവനപ്രാശം ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത് കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഒന്നുകൂടെ നല്ലതാണ്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇതിന്റെ അളവ് എങ്ങനെയാണ്, ഇതിന്റെ ഡോസേജ് എങ്ങനെയാണെന്ന്. 5 തൊട്ട് 15 ഗ്രാം വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള ഒരാൾക്ക് 50 ഗ്രാം വരെ കഴിച്ചാൽ ഒരു പ്രശ്നം വരത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ 15 ഗ്രാം വരെ മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ചവനപ്രാശം. നിങ്ങൾക്ക് പലപ്പോഴും ഉള്ള ഒരു സംശയം, അല്ലെ പല അമ്മമാരും വന്ന് പറയാറുള്ള ഒരു കംപ്ലൈന്റ് ആണ്, എന്റെ കുട്ടി ചവനപ്രാശം കഴിച്ചപ്പോൾ പിറ്റേ ദിവസം നന്നായി ഛർദ്ദിക്കുന്നു, കഴിച്ച ഉടനെ ഛർദ്ദിക്കാൻ വരുന്നു, കഴിക്കുന്നേ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചവനപ്രാശം ഒന്ന് ദഹിക്കാനുള്ള ടൈം കൊടുക്കണം. ചവനപ്രാശം നിങ്ങൾ കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ അത് പ്രോപ്പറായിട്ട് ദഹിക്കാതെ നിങ്ങൾ ചവനപ്രാശം കൊടുക്കുന്നത് വഴി ഒരു ഗുണവും കിട്ടത്തില്ല. പകരം നിങ്ങൾ ഇങ്ങനത്തെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകും കുട്ടികൾക്ക്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കി അത് ദഹിച്ചൊന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഫുഡ് കൊടുക്കുക. ഇതിൽ ഓൾറെഡി നെല്ലിക്ക അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ, നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് നെല്ലിക്ക. ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ ചവനപ്രാശം കഴിക്കുന്നത് വളരെ സഹായിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഹാർട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും ലിവർ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പം അതിനുശേഷം ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തതിന് കുറച്ച് ദഹിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചെറു ചൂട് പാല് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്.
അതുപോലെ തന്നെ പ്രായമായവർക്ക് ചവനപ്രാശം കഴിച്ചാൽ ഉടനെ നെഞ്ചരിച്ചിൽ വരുന്നു എന്ന് പറയുന്നു. അവരും ഇത്തരത്തിൽ ദഹിച്ചതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കുക. അവർക്കും ഞാൻ പറഞ്ഞ പോലത്തെ ചൂടുള്ള പാല് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും എന്ന് പറയുന്നത് വളരെ സത്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു സ്പൂൺ ചവനപ്രാശം ഡെയിലി കഴിക്കുക. നിങ്ങൾക്ക് പല പല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് അതുവഴി കിട്ടുന്നതാണ്. പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ സഹായിക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ ചവനപ്രാശം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ, ചവനപ്രാശത്തെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.